സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും തത്സമയം റിപ്പോർട്ടിലേക്ക്. പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ, ഈ മനുഷ്യരെക്കാട്ടിലും നന്മയുള്ളവരാണ്, സ്നേഹമുള്ളവരാണ് മറ്റ് ജീവികൾ എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന മൃഗങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒപ്പമുള്ള ആരെക്കാട്ടിലും സ്നേഹം അവർക്ക് നമ്മളോടുണ്ടാകും എന്ന് തെളിയിച്ചു തരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് തന്നെ പരിചയമുണ്ടാകും. അങ്ങനെയുള്ള റിപ്പോർട്ടുകളും തത്സമയം റിപ്പോർട്ടിൽ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒന്നാണ് പാമ്പിനെ കൊന്ന് ഉടമയുടെ ജീവൻ രക്ഷിച്ച ഒരു വളർത്തു നായയെക്കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത്. ആളുടെ പേര് റോക്കി എന്നാണ്. സ്വന്തം ജീവൻ പോലും കളഞ്ഞാണ് റോക്കി ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം പാമ്പിന്റെ കൊത്തേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നായ തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട്. പാമ്പുകടിയേറ്റ റോക്കി അത്യാസന്ന നിലയിലായിരുന്നു. സർക്കാരിൻ്റെ ഹരിപ്പാട്ടെ മൃഗാശുപത്രിയിലും പിന്നീട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലും 5 ദിവസത്തെ വിദഗ്ധ ചികിത്സ. റോക്കി പതുക്കെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. എടത്തുവ പച്ച സ്വദേശിനി തുഷാരയുടെ വളർത്തുനായയാണ് റോക്കി. വിദേശത്ത് നിന്ന് വരുന്ന ഭർത്താവിനെ കൂട്ടാനായി തുഷാര വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പിറകിൽ നിന്ന് പാമ്പ് വന്നത്. പാമ്പിനെ വീട്ടമ്മ കാണും മുൻപ് റോക്കി കണ്ടു. ഒരു നിമിഷം വൈകാതെ പാമ്പിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പാമ്പ് ഈ സൈഡിലോട്ട് ഇങ്ങനെ നിൽപ്പുണ്ടാവും. പക്ഷെ ഞാനന്നേരം കാണില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ പാമ്പ് ഇങ്ങനെ നിൽക്കുന്നതായിട്ടും കണ്ടു. അപ്പോഴേക്കും ഇവൻ വന്ന് കൂട്ടിനകത്ത് കിടക്കുമായിരുന്നു. അപ്പോഴേക്കും ഇവൻ വന്ന് ചാടി അതിന്റെ മേളിലേക്ക് വീഴുമായിരുന്നു. അങ്ങനെ പിന്നെ കുറെ നേരം ഇതുമായിട്ട് കിടന്ന് മൽപ്പിടുത്തം നടത്തിയിട്ടാണ് പിന്നെ ഇതിനെ പിടിച്ച് അവനെ കൊണ്ടുപോയി. ഞാൻ വഴക്ക് പറഞ്ഞതിന് കൂടിനകത്ത് കൊണ്ടുപോയി ഇരിക്കുമായിരുന്നു. പിന്നെ കുറെ നേരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചത്ത് കഴിഞ്ഞെന്ന് തോന്നിയപ്പോഴാണ് ഇവിടെ കൊണ്ട് താഴെ കൊണ്ടിട്ടത്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇതിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. മൂർഖൻ പാമ്പിന്റെ വിഷം റോക്കിയുടെ കരളിലേക്ക് അല്പം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2 ആഴ്ച കൂടി മരുന്ന് കഴിക്കണം. മൂർഖൻ പാമ്പിനെ കൊന്നുടമയെ രക്ഷിച്ച റോക്കി സമൂഹ മാധ്യമങ്ങളിൽ താരമായിക്കൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണാണ് നമ്മുടെ കൂടെയുള്ളത്. രഘു, ഇതേപോലെ മുൻപും നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെയും അത് വീണ്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എത്രത്തോളം സ്നേഹം ഒരു ജീവിക്ക് ആ മനുഷ്യരോട്, ആ ഉടമയോടൊക്കെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. ശരിക്കും കേട്ടപ്പോൾ ഒരു പാവം ഒക്കെ തോന്നി. സ്വന്തം ജീവൻ രക്ഷിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ, ജീവൻ പണയപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് എന്ന് പല മനുഷ്യരും ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷെ ഇത് ഒരു മൂർഖനെ കാണുന്നു, കടിച്ചെടുക്കുന്നു, കൊത്തേൽക്കുകയാണ്. എന്നിട്ട് അത്യാസന്ന നിലയിലോട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ്. ഒരു വലിയൊരു കടമയാണ് നിർവഹിച്ചത്. ഒപ്പം അത് സ്നേഹവും കൂടി നിറഞ്ഞതാണ്. ഒരു പ്രശ്നവുമില്ലാതെ തിരിച്ചെത്തിയല്ലോ, വലിയ സന്തോഷം. ജർമ്മൻ ബ്രീഡായ ഗ്രേറ്റ് ഡെയിൻ ഇനത്തിൽപ്പെട്ടതാണ് റോക്കി. ഈ ഇനത്തിൽപ്പെട്ട നായ്ക്കളെ സാധാരണയായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാനിനെയും മറ്റും വേട്ടയാടാൻ വേണ്ടിയായിരുന്നു, അങ്ങനെയുള്ള മൃഗങ്ങളെ. അതുകൊണ്ട് തന്നെ റോക്കിക്ക് ജനിതകമായി തന്നെ ഈ വേട്ടയാടൽ ഉണ്ട്. അതുകൊണ്ട് കൂടിയാകാം ഈ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായതും പാമ്പിനെ കടിച്ച് കൊന്നതും. പലതവണ മൂർഖൻ റോക്കിയെ കൊത്തിയിരുന്നു. പക്ഷേ റോക്കി ആ പാമ്പിൻ്റെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് വിശ്രമിച്ചത്. റോക്കിയെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി, സാധാരണ നമ്മൾ മനുഷ്യരെയൊക്കെ ഇത്തരത്തിൽ നമുക്ക് വിഷബാധ ഏന്തുമ്പോൾ, വിഷം തീണ്ടുമ്പോൾ നമ്മൾ പോകാറുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി, തിരുവല്ലയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിയാണ് റോക്കിയെ ചികിത്സിച്ചത്. ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ ഈ വിഷം ആന്തരിക അവയവങ്ങൾക്കൊക്കെ ചെറിയ രീതിയിൽ ബാധിച്ചതുകൊണ്ട് റോക്കിക്ക് ഇനി കുറച്ച് ദിവസം കൂടി ഗുളിക കഴിക്കണം. കൃത്യമായ ഇടവേളകളിൽ അവിടെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തുകയും വേണം. അതുകൊണ്ട് ആഹാരമൊന്നും ശരിയായ രീതിയിൽ കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല റോക്കിക്ക്. അതുകൊണ്ടാണ് ഈ ആരോഗ്യം അല്പം ക്ഷീണിച്ചിരിക്കുന്നത്, ശരീരം അല്പം ക്ഷീണിച്ചിരിക്കുന്നത്. കുറച്ച് ഒരു 1-2 ആഴ്ച കൊണ്ട് അത് വീണ്ടും ഭേദപ്പെട്ട് വരും എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. നമുക്ക് വളർത്തുമൃഗങ്ങളെ വളരെ ഇഷ്ടമുള്ള മനുഷ്യർ അവരെ സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെയും അത്തരത്തിലൊക്കെ സ്നേഹിച്ചാണ് വളർത്തുന്നത്. അങ്ങനെയുള്ള മനുഷ്യർ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ വളർത്തുമൃഗങ്ങളോടൊക്കെ വലിയ സ്നേഹവും വലിയ പണവും. ഈ റോക്കിക്ക് തന്നെ ഒരു 10,000-40,000 രൂപ ഇതിനോടകം അവർ ചെലവഴിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പണമൊക്കെ ചെലവഴിച്ച് ധാരാളം ആളുകൾ ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. വലിയ സ്നേഹമാണ്. വീട്ടിലെ ആരുമില്ലെങ്കിൽ പോലും വളർത്തുമൃഗങ്ങൾ കൂട്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ച് ആളുകൾ വളർത്തുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ഈ റോക്കിയുടെ ഒരു മനുഷ്യൻ എങ്ങനെയാണോ തൻ്റെ സഹജീവിയെ രക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്നത്, സ്വന്തം ജീവൻ പോലും മറന്ന്, അതിൻ്റെ തെളിവാണ് റോക്കി. എന്തായാലും റോക്കി ഒരു 10 ദിവസം പ്രായമുള്ളപ്പോഴാണ് തുഷാരയുടെ വീട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ റോക്കിക്ക് 5 വയസ്സുണ്ട്. അപ്പം 4-5 വർഷം കൊണ്ട്
അവർ തമ്മിലുള്ള ആത്മബന്ധവും സ്നേഹവും എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നതിന്റെ ഒരു തീർച്ചയായും അത് ഉദാഹരണം. തന്നെയാണ്. അപ്പോൾ ഒരു വീടിന് കാവൽ നിൽക്കുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്കും ഒരുപടി മുകളിൽ നിന്നുകൊണ്ട് ആ വീട്ടിലുള്ള മനുഷ്യർക്ക് കാവൽ നിൽക്കുന്ന അവരുടെ ജീവന് രക്ഷയായ ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ റോക്കിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ആരോഗ്യമൊക്കെ ഒന്ന് ക്ഷയിച്ചിരിക്കുകയാണ്. കാരണം ആ മൂർഖന്റെ വിഷം അത്രത്തോളം ഏറ്റിട്ടുണ്ടായിരുന്നു, കരളിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും മിടുക്കനായിരിക്കട്ടെ, ആരോഗ്യത്തോടു കൂടി തന്നെ തിരിച്ചു വരട്ടെ അല്ലേ. രഘുവാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.